SSLC LAKSHYA batch students, നിങ്ങൾക്കെല്ലാവർക്കും ഒരു അടിപൊളി എക്സൈറ്റിംഗ് ന്യൂസ് ആയിട്ടാണ് ഞാനും അലക്സ് സാറും വന്നിരിക്കുന്നത്. ഹലോ മക്കളെ, അപ്പോൾ എക്സാമിനർ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിന് വേണ്ടിയിട്ട് ഒരു പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഈ ഒരു പുതിയൊരു ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. അതായത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു മെൻറ്റി ക്വിസ് ഉണ്ടാവും. ആ മെൻറ്റി ക്വിസിൽ ഫസ്റ്റ് 3 പ്ലേസിൽ വരുന്ന ഫസ്റ്റ് 3 റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു അടിപൊളി കിടലിന് ക്യാഷ് പ്രൈസും കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും മെൻറ്റി ക്വിസ് നടക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ക്യാഷ് പ്രൈസ് കണ്ടോളൂ മക്കളെ. നിങ്ങൾക്കറിയാം, ഓരോ മെൻറ്റി ക്വിസ് ചെയ്യുമ്പോൾ ലീഡർ ബോർഡ് വരും. ആ ലീഡർ ബോർഡിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് 500 രൂപ ക്യാഷ് പ്രൈസും, സെക്കൻഡ് കിട്ടുന്ന കുട്ടിക്ക് 300 രൂപ ക്യാഷ് പ്രൈസും, തേർഡ് കിട്ടുന്ന കുട്ടിക്ക് 200 രൂപ ക്യാഷ് പ്രൈസും ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ ഓരോ മെൻറ്റിയിലും ഇതുപോലത്തെ ക്യാഷ് പ്രൈസ് ഉണ്ടാവും. ഓക്കെ, ഇനി വീണ്ടും ശ്രദ്ധിക്കുക, ഈ മെൻറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ പബ്ലിക് ലൈവായിട്ട് മെൻറ്റി വെക്കുന്ന പോലെ ആ മെൻറ്റിക്കല്ല ഈ ക്യാഷ് പ്രൈസ് ഉണ്ടാവാം. നമ്മുടെ ബാച്ചിൻ്റെ ഉള്ളിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ബാച്ചിൻ്റെ ഇൻ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെൻറ്റി ക്വിസസ് ഉണ്ടാവും. അതിലായിരിക്കും ഈ കാര്യങ്ങൾ ആപ്ലിക്കബിൾ. ഓക്കെ, ഇനി എപ്പോഴായിരിക്കും മെൻറ്റി നടക്കുക? നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ, ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ആ ചാപ്റ്ററിന് നിങ്ങൾ ലേണിംഗ് വീഡിയോസ് കണ്ടു, അതിൻ്റെ എക്സാമൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു, അതിനുശേഷമായിരിക്കും ഈ മെൻറ്റി ക്വിസ് ഉണ്ടാകുന്നത്. ആ മെൻറ്റി ക്വിസിൽ ആ ചാപ്റ്ററിന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊന്നല്ല ചോദിക്കുക, എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. സോ ആ ക്വസ്റ്റ്യൻസിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലീഡർ ബോർഡൊക്കെ നേടി അതിൽ കയറാനും പറ്റുള്ളൂ, ഈ പ്രൈസൊക്കെ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഈ പ്രൈസൊക്കെ കിട്ടുള്ളൂ എന്നാണ് ബേസിക് കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നതായിരിക്കും. ഏതൊക്കെ സബ്ജക്റ്റിനായിരിക്കും ഉണ്ടാവാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി. ഈ 4 സബ്ജക്ട്സിന് മാത്രമേ ഈ ഒരു മെൻറ്റി ക്വിസും അതിൻ്റെ ക്യാഷ് പ്രൈസും ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ ഇതിന് 4 ഉണ്ടാവും. മാത്രമല്ല, ഈ 4 സബ്ജക്ട്സിന് ഓരോ ചാപ്റ്ററിനും ഓരോ മെൻറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ രീതിയിലായിരിക്കും നമ്മൾ മെൻറ്റി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പറഞ്ഞ ക്യാഷ് പ്രൈസൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് കിട്ടി. ഇത് മക്കളെ മെൻറ്റി കളിക്കാന്ന് പറയുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടൊരു പഠിത്തം അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് പഠിക്കണം. എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടി. ഓരോ ചാപ്റ്റർ ഇനി വരുന്ന ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. ആലോചിച്ച് നോക്കുക, എല്ലാ ചാപ്റ്ററിനും ഇങ്ങനെ അടിപൊളി റാങ്ക് കിട്ടി എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ നല്ല മാർക്കും കിട്ടും. സോ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇത് കേട്ടിട്ട് ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പണാണ്. എത്ര ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സ് മിസ്സാവും. അപ്പോൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങാം. ഓക്കെ.